വീണപൂവേ കുമാരനാശാന്റെ വീണപൂവേ വീണപൂവേ. കുമാരനാശാൻ മലയാളത്തിൻ്റെ സ്നേഹഗായകൻ. മലയാള കവിതയെ പാരമ്പര്യത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മോചിപ്പിച്ച് ആധുനികതയിലേക്ക് നയിച്ച വിപ്ലവകാരിയായ കവിയായിരുന്നു കുമാരനാശാൻ. ആധുനിക മഹാകവിത്രയങ്ങളിൽ ഒരാളായ അദ്ദേഹം തന്റെ വരികളിലൂടെ സ്നേഹത്തിന്റെയും മാനവികതയുടെയും പുതിയൊരു ലോകം മലയാളികൾക്ക് തുറന്നു നൽകി. 1873 ഏപ്രിൽ 12 തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിലാണ് കുമാരനാശാൻ ജനിച്ചത്. മലയാളത്തിനു പുറമെ സംസ്കൃതം, ബംഗാളി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ അദ്ദേഹം അഗാധമായ പാണ്ഡിത്യം നേടിയിരുന്നു. ഈ ഭാഷാ പരിജ്ഞാനം അദ്ദേഹത്തിന്റെ കവിതകൾക്ക് ആഗോളതലത്തിലുള്ള ഒരു കാഴ്ചപ്പാട് നൽകാൻ സഹായിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ അരുമശിഷ്യനായിരുന്ന ആശാൻ കേവലം ഒരു കവി മാത്രമല്ല, സജീവമായ ഒരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിരുന്നു. SNDP യോഗത്തിന്റെ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടി. വിവേകോദയം മാസികയുടെ പത്രാധിപർ എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധേയമായ സേവനമനുഷ്ഠിച്ചു. കവിതയിലെ സവിശേഷതകൾ. കുമാരനാശാന്റെ കവിതകളിലെ പ്രധാന ഇതിവൃത്തം സ്നേഹമായിരുന്നു. സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ എന്നു പാടിയ അദ്ദേഹത്തെ ലോകം സ്നേഹഗായകൻ എന്ന് വിളിച്ചു. കേവലം സൗന്ദര്യവർണ്ണനകൾക്കപ്പുറം കവിതയിൽ ആഴമേറിയ ആശയങ്ങളും ധർമ്മോപദേശങ്ങളും ഉൾപ്പെടുത്തിയതിനാൽ അദ്ദേഹം ആശയഗംഭീരൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഒരു മഹാകാവ്യം രചിക്കാതെ തന്നെ മഹാകവി എന്ന പദവിക്ക് അർഹനായ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഖണ്ഡകാവ്യങ്ങൾ മലയാള സാഹിത്യത്തിലെ നാഴികക്കല്ലുകളാണ്. ഖണ്ഡകാവ്യങ്ങൾ: വീണപൂവ്, നളിനി, ലീല, പ്രരോദനം, കരുണ, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ഡാല ഭിക്ഷുകി, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. കവിതാ സമാഹാരങ്ങൾ: പുഷ്പവാടി, മണിമാല, വനമാല, സ്തോത്രകൃതികൾ. നാടകങ്ങൾ: വിചിത്ര വിജയം, പ്രബോധചന്ദ്രോദയം. വിവർത്തനം: സൗന്ദര്യലഹരി. ബഹുമതികളും വിയോഗവും. 1920 നിയമസഭാംഗമായ ആശാനെ 1922 വെയിൽസ് രാജകുമാരൻ പട്ടും വളയും നൽകി ആദരിച്ചു. എന്നാൽ വിധി ദൗർഭാഗ്യകരമായിരുന്നു. 1924 ജനുവരി 16 പല്ലനയാറ്റിലുണ്ടായ റെഡീമർ ബോട്ടപകടത്തിൽപ്പെട്ട് ആ മഹാനായ കവി അന്തരിച്ചു. അന്തമില്ലാത്തൊരാഴത്തിലേക്കിതാ, അന്തമില്ലാത്തൊരാഴത്തിലേക്കിതാ, അന്തമില്ലാത്തൊരാഴത്തിലേക്കിതാ. അന്ത താഴുന്നു താഴുന്നു ഞാനഹോ, താഴുന്നു താഴുന്നു ഞാനഹോ. മഹാകവി കുമാരനാശാൻ ഇന്നും തന്റെ കവിതകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ജീവിക്കുന്നു. സ്നേഹത്തെയും വിപ്ലവത്തെയും കൂട്ടിയിണക്കിയ അദ്ദേഹത്തിന്റെ വരികൾ ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. തൂമതേടും തൻ പാളകിണറ്റിലിട്ട് ഓമൽ കൈയാൽ കയറുവലിച്ചുടൻ കോമളാങ്കി നീർക്കോരി നിന്നിടിനാൾ. ശ്രീമാന ഭിക്ഷുവങ്ങു ചെന്നർത്ഥിച്ചാൽ ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർത്തണ്ണീരിതാശു നീ ഓമലേ തരുതല്ലേന്നതു കേട്ട് ആ മനോഹര
മോദിനാൾ. അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ, നീചനാരിയതൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ. കോപമെല്ലെരുതേ ജലം തന്നാലും പാപമുണ്ടായിവളൊരു ചണ്ടാലി. ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർ നായകൻ തന്റെ കിടാത്തി ഞാൻ. ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർ നായകൻ തന്റെ കിടാത്തി ഞാൻ. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നിർനാവു വരണ്ടഹോ. ഭീതി വേണ്ട തരികതെന്നിക്കു നീ. എന്നുയുടനെ കരപുടം നീട്ടിനാൻ, ചെന്നളിന മനോഹരം സുന്ദരൻ. പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ, തൻവിലാണവൾ കല്ലല്ലിരുമ്പല്ല. കറ്റക്കാർ കൂന്തൽ മൂടി തലവഴി, ചുറ്റുമാസ്യം മറഞ്ഞുകിടക്കുന്ന ചാരുസാരിയെതുക്കി ചെറുചിരി ചോരും ചോരിവാച്ചെറ്റുവിടർത്തവൾ. പാരം വിസ്മയമാർന്നു വിസ്ഫാരിത താരയായ്തെല്ലു നിന്നു മൈക്കണ്ണിയാൾ. ചോരച്ചെന്തളിരഞ്ചു അരുണമാംശു പൂരത്താൽ മേനി മൂടി പുലർച്ചയിൽ. വങ്ങിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടരല്ലി കാട്ടി നിൽക്കും പോലെ. പിന്നെ കൈത്താർ വിറക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി. മദ്യം പൊട്ടി നൂറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ. ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നീതേ മെല്ലേക്കു നിൻ. പുണ്യശാലിനി നീ പകർന്നിടുമീ തണ്ണീർ തന്നുടെയോരോരോ തുള്ളിയും. അന്തമറ്റ സുകൃതഹാരങ്ങൾ നീ അന്തരാത്മാവിലർപ്പിക്കുന്നുണ്ടാവാം. മഹാകവി കുമാരനാശന്റെ ചണ്ഡാലഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണ് സുകൃതഹാരങ്ങൾ. മനുഷ്യരെ ജാതിയുടെ പേരിൽ വേർതിരിച്ചു നിർത്തിയ ഒരു കാലഘട്ടത്തിന്റെ അർത്ഥശൂന്യത തുറന്നു കാണിക്കുന്ന കവിതയാണിത്. ദാഹാർത്തനായ ബുദ്ധഭിക്ഷു താഴ്ന്ന ജാതിയായി സമൂഹം കരുതിയിരുന്ന
ചാമർ ജാതിയിൽപ്പെട്ട സ്ത്രീയോട് ദാഹജലം ചോദിക്കുന്നു. ഭിക്ഷു ആര്യനാണ് എന്ന് മനസ്സിലാക്കിയ അവൾ താൻ താഴ്ന്ന ജാതിക്കാരിയാണ് എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തുന്നു. താൻ വെള്ളം തന്നാൽ പാപമുണ്ടാകും എന്നു ഭീതിയോടെ അവൾ പറയുന്നു. ഗ്രാമത്തിന്റെ പുറത്തു വസിക്കുന്ന ചാമരനായകന്റെ മകളാണ് താനെന്നും തന്നോട് ദേഷ്യം തോന്നരുതെന്നും മാതങ്കി പറയുന്നു. ദാഹം കൊണ്ട് അങ്ങ് ആചാരങ്ങൾ മറന്നുപോയോ എന്നും അവൾ ബുദ്ധസന്യാസിയോട് ചോദിക്കുന്നു. ജാതി വ്യവസ്ഥ കുടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തെയാണ് ഇത് കാണിക്കുന്നത്. തന്റെ എളിമ കൊണ്ടും അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയോടുള്ള ഭയം കൊണ്ടുമാണ് മാതങ്കിക്ക് ബുദ്ധസന്യാസിയോട് ഇങ്ങനെ ചോദിക്കേണ്ടി വന്നത് എന്നത് വസ്തുതയാണ്. ദാഹജലം ചോദിച്ച ബുദ്ധസന്യാസിയോട് താൻ ചാമർനായകന്റെ മകളായ നീചനാരിയാണെന്നും ഗ്രാമത്തിന്റെ പുറത്താണ് താമസിക്കുന്നതെന്നും ദാഹം കൊണ്ടങ്ങ് ജാതി പോലും മറന്നോ എന്ന് മാതങ്കി പറഞ്ഞു. താൻ ജാതി അല്ല ചോദിച്ചത്, ദാഹജലമാണെന്നും ഭയമില്ലാതെ ജലം തന്നാലും എന്നുള്ള മറുപടി അവളെ വിസ്മയപ്പെടുത്തുന്നു. ഈ സന്ദർഭത്തിലാണ് മാതങ്കിയെ സൂചിപ്പിക്കാൻ ആശാൻ തൻവി എന്ന പദം ഉപയോഗിക്കുന്നത്. അവൾ കല്ലുമല്ല, ഇരുമ്പുമല്ല, അവൾക്കൊരു മനസ്സുണ്ട്. അന്യന്റെ വേദന തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മനസ്സ്. മറ്റെന്തിനേക്കാളും മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്ന സ്ത്രീയായിരുന്നു അവൾ. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കും മാനുഷിക മൂല്യങ്ങൾക്കും മേലെയല്ല ജാതി ചിന്തയും ഐത്ത ചിന്തയും എന്ന് മാതങ്കി തിരിച്ചറിയുന്നു. തന്നെ സഹോദരിയായി കരുതുന്ന ഭിക്ഷുവിന്റെ അല്ലൽ തീർക്കേണ്ടത് തന്റെ കടമയാണെന്ന് കരുതിയ അവൾ അദ്ദേഹത്തിന് ജലം നൽകി ദാഹത്തിന് ശമനമുണ്ടാക്കുന്നു. ദാഹാർത്തനായ ആനന്ദ ഭിക്ഷു വഴിയരികിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന മാതങ്കിയോട് വെള്ളം ചോദിച്ചു. അത് കേട്ട് അമ്പരന്ന അവൾ താൻ ചണ്ടാലിയാണെന്നും ആര്യനായ ഭിക്ഷുവിന് വെള്ളം തന്നാൽ പാപമുണ്ടാകുമെന്നും പറയുന്നു. ഇത് കേട്ട ബുദ്ധ ഭിക്ഷു മാതങ്കിയോട്, അല്ലയോ സഹോദരി, ഞാൻ ജാതി ചോദിക്കുന്നില്ല, മനുഷ്യരെല്ലാം ഒരു ജാതിയിൽപ്പെട്ടവരാണ് എന്നാണ് ബുദ്ധ ഭിക്ഷു വിശ്വസിക്കുന്നത്. മാതങ്കിക്ക് ജാതി ചിന്തയുടെ വ്യർത്ഥത ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ വരികൾ സഹായിക്കുന്നു. ഭിക്ഷു അവളെ സഹോദരിയായിട്ടാണ് കണക്കാക്കുന്നത്. മനുഷ്യരെ ജാതി മനുഷ്യത്വമാണ്. സാഹോദര്യം, സ്നേഹം, ആർദ്രത എന്നിവയാണ് മനുഷ്യരിലുണ്ടാകേണ്ടത്. ഇതാണ് ഈ വരികളിലൂടെ കവി മനസ്സിലാക്കി തരുന്നത്. ജാതി ചിന്തയ്ക്കെതിരെയുള്ള പ്രവൃത്തിയാണ് മാതങ്കിക്ക് സുകൃതം നൽകുന്നത്. ദാഹജലം ചോദിക്കുന്ന ബുദ്ധഭിക്ഷുവിന് മാതങ്കി ജലം പകർന്നു കൊടുക്കുന്നു. തണ്ണീർ തുള്ളികൾ കൊണ്ട് ആനന്ദഭിക്ഷുവിന്റെ ദാഹം ശമിപ്പിച്ച മാതങ്കിയുടെ കാരുണ്യപൂർണമായ പ്രവൃത്തി അവളെ പുണ്യശാലിനിയാക്കി. ഭിക്ഷുവിന് നൽകിയ ഓരോ തുള്ളി ജലവും ഓരോരോ മുത്തുള്ളായി മാറി. അവ അവളുടെ സത്പ്രവൃത്തിയുടെ ഹാരങ്ങളായി ആത്മാവിൽ വീഴുന്നുണ്ടാവുമെന്ന് കവി പറയുന്നു. മറ്റെന്തിനേക്കാളും കാരുണ്യത്തിനും മനുഷ്യ നന്മയ്ക്കും പ്രാധാന്യം.